എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വർക്ക് പെർമിറ്റ് വെരിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത് ടീച്ചിങ് ഫീൽഡിലേക്ക് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എല്ലാ ഫീൽഡിലേക്കുള്ള ഒരു മോൾഡീവ്സിലേക്ക് ഏതൊരു ജോലിക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചു വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ഇതിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് അത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആ സെർച്ച് എഞ്ചിനിൽ xpat.egov.mv എന്ന വെബ്സൈറ്റ് ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ വർക്ക് പെർമിറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. അത് മിനിസ്ട്രിയുടെ തന്നെ സൈറ്റ് ID ആണ്. അത് ഓപ്പൺ ആയി വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ആ വർക്ക് പെർമിറ്റ് വെരിഫിക്കേഷൻ ഓപ്ഷന്റെ താഴെയായി വർക്ക് പെർമിറ്റ് നമ്പർ, നെയിം ഓർ പാസ്പോർട്ട് നമ്പർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ആദ്യം വർക്ക് പെർമിറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് പെർമിറ്റ് WP എന്ന് തുടങ്ങുന്ന ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരോ അല്ല എങ്കിൽ പാസ്പോർട്ട് നമ്പരോ എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫെച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക. ഫെച്ച് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് ജനറേറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് വർക്ക് പെർമിറ്റ് ആണ്. അത് വിസ അല്ല. മാൽദീവ്സിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അത് നമ്മുടെ പാസ്പോർട്ടിൽ വിസയായി സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ ഈ ഓപ്പൺ ചെയ്ത പേജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫോട്ടോ ഉണ്ടാകും. നമ്മൾ ഏത് മിനിസ്റ്റർ അണ്ടറിലാണ് വർക്ക് ചെയ്യാൻ വന്നത്, നമ്മുടെ പൊസിഷൻ, നമ്മുടെ വിസയുടെ കാലാവധി തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വെരിഫൈ ചെയ്ത് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഒരു കാരണവശാലും തട്ടിപ്പിൽ പോയി വീഴാതിരിക്കുക. അത് വീഴാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം കർത്തവ്യമാണ്. പിന്നെ ഇത് ടീച്ചേഴ്സിന്റെ മാത്രമല്ല, എല്ലാ ഫീൽഡിലുള്ളവർക്കും, നഴ്സസ് ആവട്ടെ, വരെ റിസോർട്ട് ഫീൽഡിലേക്കാവട്ടെ, മിനിസ്ട്രിയുടെ അണ്ടറിൽ വർക്ക് പെർമിറ്റോട് കൂടിയാണോ നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറി വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിത് ടീച്ചിങ്ങിന്റെ മാത്രം എടുത്ത് പറയുന്നത്, ഞാൻ ടീച്ചർ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ആധികാരികതയോടുകൂടി പറയാൻ പറ്റുന്നത്. പക്ഷെ ഇത് ടീച്ചർമാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വിസ വെരിഫൈ ചെയ്യാനായിട്ട് ഈ വെബ്സൈറ്റ് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ ആദ്യമേ തന്നെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടീച്ചിങ് ഫീൽഡിലേക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രധാനമായും ഒരിക്കലും അങ്ങനെയാണെന്നല്ല, പ്രധാനമായും ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് മാസത്തിലും പിന്നെ ഒരു ഒക്ടോബർ ലാസ്റ്റ് നവംബറോട് കൂടിയൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇന്റർവ്യൂ കോൾ വരുന്നത്, പോസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ടുള്ള കോൾ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു ടൈമിൽ അയക്കുക. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസിയെ മാത്രം സമീപിക്കുക. വർക്ക് പെർമിറ്റ് കൈ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക. ചില ഏജൻസികൾ വാങ്ങിച്ച് പാസ്പോർട്ട് വെക്കുന്നു, അങ്ങനെയൊക്കെ നടക്കണുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വന്നപ്പോഴും എൻ്റെ ഏജൻസി എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചു. പക്ഷെ അത് ജെന്യുവൻ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏജൻസി, ഇപ്പോൾ ചാനലിലൂടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇന്ന ഏജൻസി കറക്റ്റ് ആണോ, ഇന്ന ഏജൻസി ഫ്രോഡ് ആണോ എന്നൊക്കെ. ആക്ച്വലി അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഫ്രാഞ്ചൈസി കിട്ടിയേക്കുന്നത് വളരെ 2-3 ഏജൻസിക്ക് മാത്രമായിരിക്കും. അവരുടെ സബ് ഏജൻസികളാണ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഏജൻസി വഴി ഇവിടെ ഒരുപാട് വർക്ക് ചെയ്ത ടീച്ചേഴ്സ് നാട്ടിൽ പോയിട്ട് ഏജൻസി നടത്തുന്നവരെ എനിക്കറിയാം. അപ്പോൾ നല്ലൊരു ഏജൻസി തിരഞ്ഞെടുക്കുക. റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് വെയിലൂടെയാണ് പോണെന്ന് ഉറപ്പ് വരുത്തുക. വർക്ക് പെർമിറ്റ് വെരിഫൈ ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ കടമയാണ്. അതിനുശേഷം മാത്രം പൈസ കൈമാറുക. അതിനുശേഷം മാത്രം ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ നൗ സൈനിങ് ഓഫ്. ബൈ ബൈ.